ശ്രീകൃഷ്ണപുരം അയ്യപ്പൻകാവ് കടവ് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതിൽ പ്രതിഷേധിച്ച് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. അധികാരികളുടെ അനാസ്ഥ കാരണം റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന 15ഓളം സിമന്റ് ചാക്കുകൾ കട്ടപിടിച്ച് ഉപയോഗശൂന്യമായതായും കോൺഗ്രസ് ആരോപിച്ചു. ഒറ്റപ്പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡാണിത്. കാർഷിക മേഖലയായതിനാൽ നിരവധി കർഷകരും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഒന്നാം ഘട്ടം എന്ന രീതിയിൽ അരികു കെട്ടലും അതുപോലെ തന്നെ മണ്ണിടലും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് വീണ്ടും പ്രവൃത്തി നടത്തുവാൻ കഴിഞ്ഞു എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ അതിനുള്ള പ്രവൃത്തികൾ ഈ അയ്യപ്പൻകടവ് റോഡിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അയ്യപ്പൻകടവ് റോഡ് എന്ന് പറയുന്നത് കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ്. കർഷകരുടെ ഏരിയയാണ്. ആ കർഷകൻ്റെ പാടത്തേക്ക് വണ്ടി ഇറങ്ങുവാൻ, ഒരു ട്രാക്ടർ ഇറങ്ങുവാൻ, കണ്ടം പൂട്ടുവാൻ ഒരു സൗകര്യവും ഈ റോഡിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കർഷകർക്കും കൂടി ഗുണപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് എത്രയും പെട്ടെന്ന് അയ്യപ്പൻകടവ് പ്രദേശത്തെ റോഡ് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകണം. എന്തായാലും ഈ റോഡിൻ്റെ അവസ്ഥ ദയനീയമാണ്. എത്രയും പെട്ടെന്ന് തന്നെ MLAയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെയുള്ള അധ്യക്ഷന്മാർ ഫണ്ട് നീക്കിവെച്ച് ഇവിടുത്തെ ആളുകൾക്ക് ഉപകാരപ്പെടുത്തണം എന്ന് മാത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, MC വിനോജ് രാമൻ, സംഗീത് S കുമാർ, വിഘ്നേഷ് MC, സുധീൻ AM എന്നിവർ അറിയിച്ചു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം ലഭ്യമാക്കണമെന്ന് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിലവിലുള്ള അവസ്ഥയിൽ ഇത് കാട് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഇതുള്ളത്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇതിൻ്റെ നിർമ്മാണത്തിന് കൊണ്ടുവന്നിട്ടുള്ള അനവധി ചാക്ക് സിമെൻറ്റുകൾ ഇവിടെ പാഴായി കിടക്കുന്നു. അത് കരിങ്കല്ല് പോലുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇനി ജനങ്ങൾ ഇവിടുത്തെ ഈ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങൾ ഇത് ഒരു പ്രക്ഷോഭം തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പോകാതെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം.